ഹരിസാർ നമസ്കാരം. ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. അതായത് ആഫ്രിക്കയിലെ ഈ ടൂ വീലർ രംഗത്ത്, ഈ ഇരുചക്രവാഹന രംഗത്ത് മാർക്കറ്റ് ഷെയറിന്റെ 50%-ലേറെയും ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾക്കാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് ഇന്ത്യ മറികടന്നിരിക്കുന്നത് ചൈനയെയും ജപ്പാനെയുമാണ്. സാധാരണ അറിയാമല്ലോ, ചൈന എന്ന് പറയുന്നത് ഈ ടൂ വീലർ രംഗവും അതുപോലെ തന്നെ കളിപ്പാട്ടമായാലും മറ്റേത് മേഖലയിലും എല്ലാ രാജ്യങ്ങളിലും കടന്നു ചെല്ലുകയും അവരുടെ അപ്രമാദിത്വം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും അതിലേറെക്കുറെ വിജയിക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ജപ്പാനും. പക്ഷെ ഇപ്പോൾ ആ ജപ്പാനെയും ചൈനയെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ടാൻസാനിയയിലും അതുപോലെ തന്നെ നൈജീരിയയിൽ ഉൾപ്പെടെ ഉള്ള ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളരെയധികം ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് സാർ കൂടുതൽ വിവരങ്ങൾ? ശരിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ടൂ വീലർ മാർക്കറ്റ് ഇന്ത്യയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ്. ഇതിലെ അത്ഭുതകരമായ വസ്തുത എന്ന് പറയുന്നത് ജപ്പാനെയും ചൈനയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ മാർക്കറ്റ് പിടിച്ചിരിക്കുന്നത്. പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് 50%-ലധികം മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ കൈവശം എത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഒരു കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇന്ത്യയുടെ ഒരു ഉൽപ്പന്നം ചൈനയെയും ജപ്പാനെയും പിന്തള്ളിക്കൊണ്ട്, അതായത് ആഫ്രിക്കൻ മാർക്കറ്റിൽ ഈ അവർക്ക് ആധിപത്യം ഉണ്ടായിരുന്നു, ഓൾറെഡി ആധിപത്യം ഉണ്ടായിരുന്നു. ആ ആധിപത്യത്തെ തകർത്ത് അവിടെ ഇന്ത്യ ആ മാർക്കറ്റ് കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് പറയുന്നത്, ഇതുപോലെ മറ്റൊരു പ്രോഡക്റ്റും ഇതുവരെ അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചിട്ടില്ല. ഇപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫാർമസ്യൂട്ടിക്കൽ. ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും, അമേരിക്കയുടെ ജനറിക് മെഡിസിൻ മാർക്കറ്റ് ഇന്ത്യയുടെ കൈപ്പിടിയിലാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ മരുന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പേറ്റന്റഡ് മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിലല്ല, ജനറിക് മെഡിസിൻ. അതായത് അതിൻ്റെ ഫോർമുല എല്ലാവർക്കും അറിയാം. പക്ഷെ അത് കുറഞ്ഞ ചീപ്പ് ലേബർ കൊണ്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായതുകൊണ്ട്, അതുകൊണ്ട് ഇന്ത്യക്ക് ഉണ്ടായൊരു നേട്ടമാണത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ സാങ്കേതികമയവും അതുപോലെ വിലക്കുറവും തന്ത്രവും, മാർക്കറ്റിംഗ് തന്ത്രവും, ഇത് മൂന്നും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു മാർക്കറ്റ് എങ്ങനെയാണ് കൈവശപ്പെടുത്താമെന്നുള്ളത് ഇന്ത്യൻ വ്യവസായികൾ തെളിയിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു ഒരു നേട്ടം, ഒരു മുന്നേറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ നാം ശ്രദ്ധേയമായിരിക്കുന്ന 2 കമ്പനികളാണ് ഈ നേട്ടത്തിൻ്റെ യഥാർത്ഥത്തിൽ ഭൂരിഭാഗവും അവർക്ക് അവകാശപ്പെട്ടതാണ്. ഒന്ന് ബജാജ്, രണ്ടാമത്തേത് TVS. ഈ 2 കമ്പനികളാണ് ആഫ്രിക്കയുടെ മാർക്കറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തിലേക്കൂടെ നമുക്ക് നോക്കാം. ശരിക്കും ആഫ്രിക്കയുടെ മാർക്കറ്റ് ആദ്യം ജപ്പാന്റെ കൈവശമായിരുന്നു. പക്ഷെ ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റിയിൽ വളരെ മികച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ ടയോട്ട അല്ലെങ്കിൽ നിസാൻ, ഇവരൊക്കെ നല്ല, അവരുടെ കാറൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി കാറാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം, വില കൂടുതലാണ്. ആഫ്രിക്കയെ പോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള രാഷ്ട്രങ്ങളിൽ വലിയ വില കൊടുത്തിട്ട് ടൂ വീലർ വാങ്ങാനൊന്നും ജനത്തിന് സാമ്പത്തികമില്ല. ഈ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട്, തിരിച്ചറിഞ്ഞ് അത് മുതലെടുത്താണ് ചൈന ഈ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ചൈന വളരെ വില കുറഞ്ഞ ബൈക്കുകൾ ഉണ്ടാക്കുകയും അത് ആഫ്രിക്കൻ മാർക്കറ്റിൽ വിൽക്കാനും തുടങ്ങി. അതായത് ചൈനയുടെ ഒരു ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം, ഉപയോഗിക്കുക, വലിച്ചെറിയുക, അത് പിന്നീട് നന്നാക്കാനൊന്നും പറ്റില്ല. ആ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് ആഫ്രിക്കൻ മാർക്കറ്റിൽ ഒരു പ്രളയം സൃഷ്ടിച്ചു. ആ പ്രളയത്തിൽ ജപ്പാൻ പുറകോട്ട് പോയി. അപ്പോൾ ചൈനയുടെ കൈവശം എത്തി. പക്ഷെ പെട്ടെന്ന് തന്നെ ആഫ്രിക്കക്കാരൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. കാരണം ഇതിനേക്കാൾ നല്ലത് ജപ്പാന്റെ സാധനം വാങ്ങിക്കുകയാണ്. കാര്യം 3 ചൈനയുടെ ബൈക്ക് വാങ്ങിക്കുന്നത് ഒരു ജപ്പാന്റെ ബൈക്ക് വാങ്ങിക്കുന്നത് ഒരുപോലെയാണ്. കാരണം ജപ്പാന്റെ ഒരു ബൈക്ക് വാങ്ങിച്ചാൽ ചിലപ്പോൾ അത് 10 കൊല്ലം ഉപയോഗിക്കാൻ പറ്റും. ചൈനയുടേത് വെറും 2-3 കൊല്ലം കഴിയുമ്പോൾ അതെടുത്ത് കളയേണ്ടവർ. അങ്ങനെ വന്ന് അവരാകെ ഒരു ബുദ്ധിമുട്ടിലായ സമയത്താണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഈ മാർക്കറ്റിൽ ചെല്ലുന്നത്. ഇവിടെ ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ വ്യവസായികൾ ഈ മാർക്കറ്റ് കൃത്യമായിട്ട് പഠിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ആഫ്രിക്കയിലെ പലയിടത്തുമുള്ള റോഡിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത്, ഇന്ന് ഇന്ത്യയിലെ റോഡുകളൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളായിരുന്നു, കയറ്റവും ഇറക്കവും ഉണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ രണ്ടുപേര് കയറേണ്ട ടൂ വീലറിൽ പഴയ കാലത്തൊക്കെ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് അതായത് ഒരു 1980-കളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കുടുംബം മൊത്തത്തിലായിരിക്കും ചിലപ്പോൾ ഒരു സ്കൂട്ടറിൽ പോകുന്നത്. അച്ഛൻ സ്കൂട്ടർ ഓടിക്കും, അമ്മ പുറകിലിരിക്കും, അമ്മയുടെ മടിയിൽ ഒരു കുട്ടി ഉണ്ടാവും, മുൻപിൽ ഒരു കുട്ടി നിൽക്കുന്നുണ്ടാവും. അതായത് 2 പേര് പോകേണ്ട, അതുകൊണ്ടാണ് ഇരുചക്ര വാഹനം 4 പേരായിരിക്കും. ഇത് ആഫ്രിക്കയിലെ ഇതിനേക്കാൾ ദുരന്തമായിട്ടുള്ളൊരവസ്ഥയാണ്. അതായത് ആഫ്രിക്കയിൽ ഒരു ടൂ വീലർ, നമ്മൾ ഈ പറഞ്ഞ നൈജീരിയ ആകട്ടെ, ഉഗാണ്ട ആകട്ടെ, ഘാന ആകട്ടെ, അല്ലെങ്കിൽ ടാൻസാനിയ, എത്യോപ്യ ഒക്കെ ആകട്ടെ, ഇവിടെയൊക്കെ തന്നെ ഒരു ടൂ വീലറിൽ 3-4 പേരാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ പോലീസ് പറ്റിയൊന്നും അടിക്കില്ല അവിടെ. അപ്പം അങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ബൈക്കിന്റെ സസ്പെൻഷൻ വളരെ ശക്തമായിരിക്കണം. അപ്പം ഇന്ത്യൻ ടൂ വീലർ നിർമ്മാതാക്കൾ ഈ വിഷയം മനസ്സിലാക്കി ശക്തമായ സസ്പെൻഷൻ കൂടുതൽ ശക്തിപ്പെടുത്തി അങ്ങനെയുള്ള ബൈക്കുകൾ അവിടെ കൊണ്ടിറക്കി. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യ വളരെ ഇത് ഞാൻ പറഞ്ഞ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയിലുള്ള പ്രത്യേകതകളാണ്. അതായത് മാർക്കറ്റിന് അനുസൃതമായ ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുകയും അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിൽ ചൈനയുടെയും ജപ്പാന്റെയും മധ്യത്തിലാണ് ഇന്ത്യയുടെ വില. ജപ്പാൻ ഉൽപ്പന്നങ്ങളുടെ ആ രീതിയിലുള്ള വിലയൊന്നുമില്ല, പക്ഷെ ചൈനീസ് ഉൽപ്പന്നങ്ങളെക്കാൾ കുറച്ച് വില കൂടുതലാണ്. അത് കൊടുക്കാനൊക്കെ ആഫ്രിക്കക്കാരൻ തയ്യാറാണ്. കാരണം ജപ്പാൻ ഉൽപ്പന്നങ്ങളെക്കാളും കാലദൈർഘ്യമുണ്ട്, ഇതിന് ഡ്യൂറബിലിറ്റി ഉണ്ട്. അതായത് ജപ്പാന്റെ ഉൽപ്പന്നങ്ങൾ 10 കൊല്ലം നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വേണമെങ്കിൽ 15 കൊല്ലവും നിൽക്കും. ഇവിടെ നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ 10-25 കൊല്ലമായിട്ടുള്ള ബൈക്കും കാറും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ആഫ്രിക്കക്കാരന് വലിയ ഗുണമായി. പിന്നെ ഇനി മാർക്കറ്റിങ്ങിലേക്ക് വരാം. ഈ മാർക്കറ്റിങ്ങിൽ ഇന്ത്യ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ അവിടെ ഈ ഓട്ടോമൊബൈൽ റിപ്പയർ ഷോപ്പുകൾ തുടങ്ങാൻ ആഫ്രിക്കക്കാരെ പരിശീലിപ്പിച്ചു, കറുത്തവർഗക്കാരെ. അങ്ങനെ ഈ രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ ഓട്ടോമൊബൈൽ, അതായത് ടൂ വീലർ റിപ്പയർ വർക്ക് പരിശീലനം കൊടുത്ത് യുവാക്കളെ, തദ്ദേശീയരായ യുവാക്കളെ പരിശീലനം കൊടുത്ത് അവരെ കൊണ്ട് തന്നെ അവിടെ കടകൾ തുടങ്ങിച്ചു. അങ്ങനെ TVS-നും ബജാജിനും ഒക്കെ ഇപ്പോൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും തദ്ദേശീയരായ ആൾക്കാരുടെ ഈ റിപ്പയർ ഷോപ്പുകളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാകുമ്പോൾ അവരെ പഠിപ്പിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്നും വിദഗ്ധർ ചെല്ലും. ഇത് ആഫ്രിക്കക്കാർക്ക് വലിയൊരു അനുഗ്രഹമായി. കാരണം അവിടെ തൊഴിലില്ലാത്ത ഒരുപാട് പേർക്ക് ഇതുമൂലം തൊഴിൽ കൈവന്നു. പിന്നെ ഇത്തരം ബൈക്കുകൾ എത്ര നാൾ വേണമെങ്കിലും റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള അവർ മനസ്സിലാക്കി. മാത്രമല്ല ബജാജും TVS-ഉം ഒക്കെ സ്പെയർ പാർട്ടുകളുടെ നിർമ്മാണം തന്നെ ആഫ്രിക്കയിൽ തുടങ്ങി. അതുപോലെ ബൈക്ക് അസംബ്ലിംഗ് യൂണിറ്റുകൾ ഇപ്പോൾ അവിടെ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ എങ്ങനെയാണ് ഒരു മാർക്കറ്റിന്റെ സാധ്യതകളെന്ന് തിരിച്ചറിഞ്ഞ് തദ്ദേശീയർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ അവരെയും കൂടി പങ്കാളികളാക്കിക്കൊണ്ട്, എന്നാൽ അതേസമയം ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഡ്യൂറബിലിറ്റി ഉറപ്പുവരുത്തുകയും വിലക്കുറവ് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിച്ച് ശരിക്കും അവിടെ ഒരു ടൂ വീലർ വിപ്ലവം, വ്യാവസായിക വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കമ്പനികൾ. ഇത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിദേശ മാർക്കറ്റ്, അതും ഒരു രാജ്യമല്ല, ഒരു ഭൂഖണ്ഡമാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ആഫ്രിക്ക. അവിടെ ഒരുപാട് തന്ത്രപ്രധാനമായ സ്ഥലവുമാണ്. അപ്പം നമ്മൾക്ക് ആ രാഷ്ട്രത്തിൽ നിലയുറപ്പിക്കാനും അവരുടെ ഒരു ഗുഡ്വിൽ, സന്മനസ് നേടിയെടുക്കാനുമുള്ള ഒരു സാഹചര്യം ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇന്ത്യൻ കമ്പനികൾ നമുക്ക് നേടിയെടുത്തു. തീർച്ചയായിട്ടും ഇന്ത്യയുടെ സർക്കാരിനും ഇതിലൊരു വലിയ പങ്കുണ്ട്. ഇന്ത്യയുടെ ആ രാഷ്ട്രങ്ങളിലുള്ള എംബസികളും ഒക്കെ വളരെ ശക്തമായി ഇക്കാര്യത്തിൽ അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, ചൈനയും ജപ്പാനും ആദ്യമായിട്ട്, അതും ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം ജപ്പാന്റെ വ്യാവസായിക വിപ്ലവത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അവിടുത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. അമേരിക്കയിലെ ജാപ്പനീസ് കാറുകൾ അമേരിക്കയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ടയോട്ടയുടെ കൊറോള, കാംറി, ഇങ്ങനെ 2 കാറുകളാണ് അമേരിക്കക്കാരനെ വിരൽ പിടിപ്പിച്ചത്. അവസാനം അമേരിക്കയുടെ പല കാറുകളും പിന്തള്ളപ്പെട്ടു പോയത് ഈ ടയോട്ടയുടെ അമേരിക്കൻ എൻട്രി കൊണ്ടാണ്. അങ്ങനെ വിദേശ രാജ്യങ്ങളെ മുഴുവൻ മാർക്കറ്റുകളെ കീഴടക്കിയ അവർക്ക് ആദ്യമായിട്ടൊരു മറ്റൊരു രാഷ്ട്രത്തിന്റെ കയ്യിൽ നിന്ന് ടൂ വീലറുകളായിക്കോട്ടെ ആ മേഖലയിൽ പരാജയം നേരിടേണ്ടി വന്നു. അത് ഇന്ത്യയുടെ കയ്യിൽ നിന്നാണ്. ഇതാണ് ഈ ഒരു അത്ഭുതകരവും ഇന്ത്യക്ക് അഭിമാനിക്കാവുന്നതുമായിട്ടുള്ള ഒരു വ്യാവസായിക
മുന്നേറ്റം അതും ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ ഇന്ത്യ കൈവരിച്ചു കഴിഞ്ഞു. മറ്റു മേഖലകളിലും ഇത് ആവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായും സാർ, എന്തായാലും ഇന്ത്യ വ്യാവസായികമായി ഏറെ വളരുകയാണ്. അത് ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യയുടെ GDPക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. അടുത്ത ഭാവിയിൽ തന്നെ നമ്മൾ ഒരു സമ്പദ് വ്യവസ്ഥ, സുസ്ഥിരമായ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമായി മാറുന്ന, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നതിനുള്ള സൂചനകളാണ് ഇതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. എന്തുതന്നെയായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.